പലപ്പോഴും മദ്യത്തിനടിമയായി സുഹൃത്തുക്കൾ വീടിൻ്റെ അരികിൽ കൊണ്ട് കിടത്തിയേച്ചു പോകുന്ന ഒത്തിരി സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എൻ്റെ ജീവിതം ജയിലിൽ അവസാനിക്കുവാനിടയായി തീർന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഞാൻ വീണ്ടും പഴയ അനുഭവത്തിലേക്ക് പോകുവാനിടയായി. ദുർമാർഗവും ആഭാസമായ ജീവിതവും അനാവശ്യ കൂട്ടുകെട്ടുകളും വീണ്ടും എൻ്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞു. എൻ്റെ ഈ ചെറുപ്രായം ഞാൻ പൂർണ്ണമായും മദ്യത്തിനു വേണ്ടി മാറ്റിവെക്കുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ ജീവിതം നശിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്നു. മദ്യപാനവും മറ്റ് ദുർമാർഗ ജീവിതവും എന്നെ മാനസികമായി തളർത്തുവാൻ ഇടയായി തീർന്നു. ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കയർ മേടിക്കുവാൻ ഒരു കടയിൽ വരുവാൻ ഇടയായി തീർന്നു. കയർ മേടിക്കുവാൻ വന്ന എൻ്റെ ജീവിതത്തെ കർത്താവ് വഴിമാറ്റി വിടുവാൻ ഇടയായി തീർന്നു. മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഇന്ന് നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി കുടപ്പനമൂട് സ്വദേശി സഞ്ചാര സുവിശേഷകനും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് മഞ്ഞാലുംമൂട് സഭാ ശുശ്രൂഷകനുമായ സജീവിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. കൗമാര യൗവനാരംഭത്തിൽ തന്നെ തികഞ്ഞ മദ്യപാനിയും ദുർമാർഗിയുമായി മാറി നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടു. ജയിൽവാസം അനുഭവിച്ചു. മദ്യപാനത്തിന്റെ മൂർധന്യതയിൽ സുബോധം നഷ്ടപ്പെട്ട് പല പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പാപബന്ധിതമായ പൂർവ്വകാലത്തിൽ ദുർമാർഗിയായും മദ്യപാനിയായും ജീവിതം തുടർന്ന സജീവ് ഇന്ന് വർത്തമാനകാലത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി പ്രശോഭിക്കുകയാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹമേറിയ ഈ നല്ല സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ പേര് സജീവ്. എൻ്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി പഞ്ചായത്തിലെ കുടപ്പനമൂട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. മദ്യപാനിയായ ഒരു പിതാവിൻ്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. സാമാന്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എന്നാൽ പിതാവിൻ്റെ മദ്യപാനം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തളർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഞങ്ങളുടെ വസ്തുവകകളും വീടുകളുമൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായി. അതിനുശേഷം ഞങ്ങളുടെ എല്ലാ സമ്പാദ്യവും നഷ്ടമായതിനു ശേഷം വാടക വീടുകളിൽ ഞങ്ങൾ മാറി മാറി പലയിടങ്ങളിലും താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ ആഗ്രഹിച്ച, എൻ്റെ മാതാവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, പിതാവിനെ പോലെ മക്കളാരും മദ്യപാനികളാകരുത്, ഒരു സൽസ്വഭാവികളായി നല്ല ജീവിതം നയിക്കണമെന്ന് എൻ്റെ മാതാവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ രഹസ്യമായും പപ്പായും മമ്മിയും ഒന്നും അറിയാതെ കൂട്ടുകാരോടുകൂടി ചേർന്ന് ഞാനും മദ്യപാനം ആരംഭിച്ചു. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും മദ്യപാനിയായി മാറുകയും ചെയ്തു. എൻ്റെ ജീവിതം ഞാനും ഒരു തികഞ്ഞ മദ്യപാന അനുഭവത്തിലേക്ക് മാറപ്പെടുവാനിടയായി തീർന്നു. ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. സുഹൃത്തുക്കളും ഞാനും ചേർന്ന് സ്ഥിരമായ മദ്യപാനത്തിലൂടെ മുന്നോട്ട് കടന്നുപോയി. അതിലൂടെ എൻ്റെ സമാധാനം എനിക്ക് നഷ്ടമായി. എൻ്റെ ഭവനത്തിലെ എനിക്കുള്ള സ്ഥാനം എനിക്ക് നഷ്ടമായി. പലപ്പോഴും ഭവനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. കൂട്ടുകാരോടൊരുമിച്ച് വളരെ മോശമായ ഒരു ജീവിതം നയിച്ച് ഞാനും കഴിയവേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലകളിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ മുഖാന്തരം ഞാൻ ഒരു കേസിൽ അകപ്പെടുവാനിടയായി തീർന്നു. കേവലം 500 രൂപയ്ക്ക് വേണ്ടി ഒരു CSI സഭയിലെ പുരോഹിതനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ 6 പല്ലുകൾ നഷ്ടമാകുകയും ചെയ്തു. അതിന് മുഖാന്തരം, ആ കേസിൻ്റെ മുഖാന്തരമായിട്ട് ഞാൻ ചില നാളുകൾ ജയിലിൽ കഴിയേണ്ട സാഹചര്യങ്ങൾ വന്നു. ഞാൻ ജയിലിൽ കിടക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ കൂടെ അന്ന് വരെ എന്തിനും ഏതിനും ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ എന്നെ ഒന്ന് കാണാൻ വരികയോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യാൻ കഴിയാതെ എല്ലാവരും അകന്നുപോയ സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. അതുവരെയും സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് ചിന്തിച്ചിരുന്ന എൻ്റെ
ചില തീരുമാനങ്ങളിലേക്ക് ഞാൻ മാറുവാനിടയായി തീർന്നു. സുഹൃത്തുക്കളെ കണ്ണുമടച്ച് വിശ്വസിച്ച് അവരുടെ കൂടെ അവരിൽ ഒരാളായി മദ്യപിക്കുകയും അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത എൻ്റെ ജീവിതം ജയിലിൽ അവസാനിക്കുവാനിടയായി തീർന്നു. അവിടെ നിന്ന് പുറത്തു വരുന്നതിന് മുന്നേ ഒരു തീരുമാനത്തോടു കൂടിയാണ് ഞാൻ വന്നത്. ഇനി ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ പിറകെ ഞാൻ പോകത്തില്ല. എന്നാൽ എൻ്റെ പപ്പ എനിക്ക് ജാമ്യം നേടിത്തന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഞാൻ വീണ്ടും പഴയ അനുഭവത്തിലേക്ക് പോകുവാനിടയായി. ദുർമാർഗവും ആഭാസമായ ജീവിതവും അനാവശ്യ കൂട്ടുകെട്ടുകളും വീണ്ടും എൻ്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞു. പലപ്പോഴും മദ്യത്തിനടിമയായി സുഹൃത്തുക്കൾ വീടിൻ്റെ അരികിൽ കൊണ്ട് കിടത്തിയേച്ചു പോകുന്ന ഒത്തിരി സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എൻ്റെ ഈ ചെറുപ്രായം ഞാൻ പൂർണ്ണമായും മദ്യത്തിനു വേണ്ടി മാറ്റിവെക്കുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ ജീവിതം നശിച്ചു പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കടന്നു വന്നു. ഇതിനിടയിൽ പലവിധമായ കേസുകളിൽ ഞാൻ ചെന്നകപ്പെടുകയും പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനുകളിൽ പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വരികയും ചെയ്തു. എൻ്റെ നാട്ടിൽ എൻ്റെ ജീവിതവും സ്വഭാവവും മോശമായതുകൊണ്ട് എനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് കണ്ടീഷൻ ഫയലിൽ ഒപ്പിടണമെന്ന വ്യവസ്ഥയോടുകൂടിയായിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളറട എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിടുകയും അതിനുശേഷം ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതം കടുത്ത നിരാശയിലേക്കും പ്രതിസന്ധിയിലേക്കും മാറുവാനിടയായി തീർന്നു. മദ്യപാനവും മറ്റ് ദുർമാർഗ ജീവിതവും എന്നെ മാനസികമായി തളർത്തുവാൻ ഇടയായി തീർന്നു. തകർന്ന ഒരു ജീവിതത്തിനുടമയായി ഞാൻ മാറി. പലപ്പോഴും മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന സന്ദർഭങ്ങളിലേക്ക് ഞാൻ കടന്നു വന്നു. പല പ്രാവശ്യം ഒറ്റപ്പെടലിൻ്റെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എല്ലാമായി കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ സുഹൃത്തുക്കൾ കൈവിട്ട് കളഞ്ഞ അനേക സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. മാതാപിതാക്കൾ കൈയൊഴിഞ്ഞ സന്ദർഭങ്ങൾ കടന്നു വന്നു. ജീവിതത്തിൽ കടുത്ത നിരാശ മാത്രം ബാക്കിയായി. മരിച്ചാൽ മതിയെന്ന ചിന്ത എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഈ സമൂഹത്തിൽ ഒരു ദുർമാർഗിയായി ഒരു പരസ്യക്കാഴ്ചയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചാൽ മതിയെന്ന ചിന്ത എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ 22-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരാഗ്രഹം എന്നിൽ പ്രവേശിച്ചു. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നു വരുവാനിടയായി തീർന്നു. ജീവിതത്തിലെ സകല പ്രതീക്ഷകളും തകർന്നു. ആരും സ്നേഹിക്കാനില്ലാത്ത, ആരും കരുതാനില്ലാത്ത, എവിടെ പോയാലും ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ. കൂടെ കൂട്ടിയവർ പലരും തള്ളിക്കളഞ്ഞു. സ്നേഹിച്ചവർ പലരും വേണ്ട എന്ന് വെച്ച ജീവിത സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. തികച്ചും നിരാശാജനകമായ ജീവിതം. മരണം മാത്രം ആഗ്രഹിച്ച് ഞാൻ എൻ്റെ ചില ദിവസങ്ങൾ തള്ളി നീക്കുവാനിടയായി തീർന്നു. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി. ഒരു അപകട മരണം പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആത്മഹത്യകൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യുവാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ട ചില ക്രമീകരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ അതൊന്നും സന്ദർഭവശാൽ നടന്നില്ല. ഒരു ദിവസം ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കയർ മേടിക്കുവാൻ ഒരു കടയിൽ വരുവാനിടയായി തീർന്നു. കയർ മേടിക്കുവാൻ വന്ന എൻ്റെ ജീവിതത്തെ കർത്താവ് വഴിമാറ്റി വിടുവാൻ ഇടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിരന്തരമായ ജീവിത നൈരാശ്യങ്ങളിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുവാൻ കയർ വാങ്ങുവാൻ പോയ വഴിയിൽ കർത്താവിൻ്റെ കരസ്പർശം അറിഞ്ഞ സജീവ് മാനസാന്തരത്തിൻ്റെ പുതുപടവുകൾ കടന്ന് ഇന്ന് ജീവിതം തുടർന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിതം തുടരുകയാണ്. പൂർവകാലം പൂർണ്ണമദ്യപാനിയായി സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനായി ജീവിതം തുടർന്ന സജീവ് ഇന്ന് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി അനേകർക്ക് വെളിച്ചമേകി തൻ്റെ ജീവിതം തുടരുകയാണ്. കയർ മേടിക്കാൻ വന്ന എന്നോട് തയ്യൽക്കടക്കാരനായ എൻ്റെ സമപ്രായക്കാരനായ എൻ്റെ അങ്കിളിൻ്റെ മകൻ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയുവാനിടയായി തീർന്നു. ഞാൻ മരിക്കണമെന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ ആഗ്രഹിച്ചു. ഒരാളോട് പോലും ഞാൻ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പങ്കുവച്ചില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം സർവശക്തനായ ദൈവം എൻ്റെ അങ്കിളിൻ്റെ മകനായ സുരേഷിലൂടെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ആത്മഹത്യ ചെയ്തതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ഒരു കൂരമ്പ് പോലെ പതിച്ച ഒരു ചോദ്യമായിരുന്നു ഇത്.
കാരണം ഞാൻ മാത്രം മനസ്സിൽ ചിന്തിച്ചു വെച്ചിരുന്ന, ഒളിച്ചു വെച്ചിരുന്ന ഈ രഹസ്യത്തെ അവനങ്ങനെ മനസ്സിലായി. എനിക്കിപ്പോഴും അത് പിടികിട്ടാത്തൊരു രഹസ്യമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ദൈവമാണ് ആ ചെറുപ്പക്കാരന് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നത്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുവാൻ ആഗ്രഹിക്കുന്നു, അവൻ എന്നോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിർമ്മലമായ സുവിശേഷം പങ്കുവെക്കുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം അവൻ ആരാധിക്കുന്ന ദൈവസഭയിൽ എന്നെ കൊണ്ടുചെന്ന് അവൻ്റെ പാസ്റ്റർ സാബു പി ദാനിയൽ എന്ന് പറയുന്ന ദൈവദാസനെ കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു സ്വപ്നങ്ങൾ വീണ്ടും പൂവിടരും പോലെ എനിക്ക് തോന്നി. ഒരു പ്രതീക്ഷയ്ക്ക് വക എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 2002 ഏപ്രിൽ മാസം 7-ാം തീയതി ഒരു ഞായറാഴ്ച ഞാൻ കുടപ്പനമോട് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവസഭയിൽ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അതെൻ്റെ ജീവിതത്തെ പിടിച്ചുലക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വലിയ ദൈവിക സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് നൽകുവാൻ ഇടയായി തീർന്നു. അന്നത്തെ ആ പെന്തക്കോസ് ദൈവസഭയിലെ ആത്മീക ആരാധന, അന്നത്തെ പ്രസംഗം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾക്ക് കാരണമാകുവാൻ ഇടയായി തീർന്നു. എൻ്റെ ഹൃദയത്തെ കർത്താവായ യേശു ക്രിസ്തു സ്പർശിച്ചു. പാപിയായ എന്നെ സ്നേഹിച്ചുവെന്നും എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമയും വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നുവെന്നും ആ സന്ദേശം എൻ്റെ ഹൃദയത്തിൽ ആഴമായി സ്പർശിക്കുവാൻ ഇടയായി തീർന്നു. അന്ന് എൻ്റെ ഹൃദയത്തെ ഞാൻ കർത്താവിനായി സമർപ്പിച്ചു. എൻ്റെ ആദ്യത്തെ പെന്തക്കോസ് ആരാധനയിൽ തന്നെ എൻ്റെ ഹൃദയത്തെ കർത്താവായ യേശു ക്രിസ്തുവിന് വസിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ സമാധാനം എന്താണെന്ന്, സ്വസ്ഥത എന്താണെന്ന് ഞാൻ തിരിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഒറ്റപ്പെട്ട് നിന്ന, പ്രതീക്ഷകൾക്ക് വകയില്ലാതെ നിന്ന എൻ്റെ ജീവിതത്തിൽ ഒരു പുത്തൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ചില പുതുവഴികളെ തുറന്നു നൽകുവാൻ ഇടയായി തീർന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ കർത്താവിന് കൊടുത്ത ആ നിമിഷം മുതൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുകയും എൻ്റെ സ്വഭാവത്തിന് പൂർണ്ണമായ ഒരു മാറ്റം വരികയും ചെയ്യുവാനിടയായി തീർന്നു. എന്തിനും ഏതിനും വഴക്കുണ്ടാക്കുന്ന, പ്രശ്നമുണ്ടാക്കുന്ന, ഏതു വഴക്കിനും ഏറ്റവും മുമ്പന്തി നിന്നിരുന്ന എൻ്റെ ജീവിതത്തെ കർത്താവ് സ്പർശിക്കുവാനിടയായി തീർന്നു. ഞാനൊരു കാര്യം പറയാം, എൻ്റെ ജീവിതത്തിൽ കർത്താവ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ പകൽ ഞാൻ ജീവനോടെ ശേഷിക്കത്തില്ലായിരുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്ന നിമിഷം മുതൽ ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു. എൻ്റെ സ്വഭാവ വൈകൃതങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ പൂർണ്ണമായി മാറുവാനിടയായി തീർന്നു. പ്രശ്നക്കാരനായ, വഴക്കാളിയായ, സമൂഹത്തിൽ ഒരു സാമൂഹിക വിരുദ്ധനായി മാറിയിരുന്ന എൻ്റെ ജീവിതത്തെ കർത്താവ് സന്ദർശിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നെ ഒരു മനുഷ്യനാക്കി, ലക്ഷ്യബോധമുള്ളവനാക്കി, നല്ല സ്വഭാവത്തിന് ഉടമയാക്കി കർത്താവായ യേശു ക്രിസ്തു മാറ്റുവാനിടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് മുതൽ എൻ്റെ കുടുംബക്കാർ, എൻ്റെ ചാർച്ചക്കാർ എന്നെ സ്നേഹിക്കുവാനും എനിക്ക് വേണ്ടി കരുതുവാനും തുടങ്ങി. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനിടയായി. ഞാൻ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കർത്താവേ, എൻ്റെ കേസുകളിൽ നിന്ന്, എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയാൽ ഞാൻ അങ്ങയുടെ വേല ചെയ്തു കൊള്ളാമെന്ന ആഴമേറിയ ഒരു തീരുമാനത്തിലേക്ക് വരുവാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ കേസിൽ നിന്ന് സർവശക്തനായ ദൈവം ഒരു വിടുതൽ നൽകുവാനിടയായി തീർന്നു. എല്ലാ കേസിൽ നിന്നും വിടുതൽ പ്രാപിച്ചതിന് ശേഷം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയായി തീർന്നു. 2002 തന്നെ ഡിസംബർ മാസം അവസാന ദിവസം യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ ഇടയായി തീർന്നു. അതിനുശേഷം 2003 പ്രാരംഭ സമയത്ത് കുറ്റിച്ചലിലുള്ള PV ആശാരി ഉപദേശം നടത്തുന്ന മഹനീയം ബൈബിൾ സ്കൂൾ എന്ന ബൈബിൾ കോളേജിലേക്ക് വേദപഠനവുമായി ഞാൻ കടന്നുപോയി. 3 വർഷങ്ങൾ അവിടെ ദൈവവചനം പഠിക്കുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ അവസരമൊരുക്കുവാൻ ഇടയായി തീർന്നു. ആ കോളേജിൽ വളരെ നല്ല നിലകളിൽ പഠിക്കുവാനും നല്ലൊരു ഗ്രാജുവേഷൻ ലഭിക്കുവാനും കർത്താവ് കൃപ നൽകി. എന്നാൽ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു ദർശനം കർത്താവ് നൽകുവാനിടയായി തീർന്നു. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, കർത്താവെ, നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നെ അയക്കുന്നുവെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് അയക്കണം. അത് ഏത് സംസ്ഥാനമാണെങ്കിലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവപുരുഷൻ ഞാൻ പഠിക്കുന്ന കോളേജിൽ കടന്നു വരികയും അദ്ദേഹം ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് ഒരു ദൈവിക ആലോചന അറിയിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞ ആലോചന ഇങ്ങനെയായിരുന്നു, ഞാൻ നിന്നെ ഗുജറാത്തിലേക്കും രാജസ്ഥാനിലേക്കും എൻ്റെ വേലയുമായി അയക്കും. നീ അവിടെ എൻ്റെ വാക്ക് കേട്ട് കടന്നുപോയാൽ ആ ദേശങ്ങളിൽ ദൈവം നിന്നെ ശക്തമായി ഉപയോഗിക്കുമെന്നുള്ള ദൈവശബ്ദം 2004 ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. അന്ന് മുതൽ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് വേണ്ടി
ഒരു വഴി തുറക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായിരുന്നു. 2005 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. ആ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാട്ടാക്കട ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൽ, കട്ടക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൽ ശുശ്രൂഷകനായി പ്രവേശിക്കുവാൻ കർത്താവ് കൃപ നൽകി. 1.5 വർഷങ്ങൾക്ക് ശേഷം നേതൃത്വത്തോട് ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണമെന്ന്. അങ്ങനെ എന്നെ ഗുജറാത്തിൻ്റെ പ്രദേശത്തേക്ക് അയക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ ഗുജറാത്തിൽ റക്കോളി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം, ആദിവാസികൾ നിറഞ്ഞു താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് എന്നെ കർത്താവിൻ്റെ വേലയുമായി പറഞ്ഞയച്ചു. ഭാഷ അറിയില്ല, അവിടുത്തെ സംസ്കാരം അറിയില്ല, അവിടുത്തെ ജീവിത ശൈലികൾ അറിയത്തില്ല, ഒന്നും അറിയത്തില്ലാത്ത എന്നെ കർത്താവ് ആ ദേശത്ത് കർത്താവിൻ്റെ വേലയുമായി അയച്ചു. ഒത്തിരി പ്രതിസന്ധികളിലൂടെ, ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഒന്നാമത്തെ പ്രതിസന്ധി ഭാഷ അറിയത്തില്ല എന്നതായിരുന്നു. രണ്ടാമത്തെ പ്രതിസന്ധി എന്നും ശാരീരികമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളുമായിരുന്നു. എന്നാൽ കർത്താവ് അവിടെ അത്ഭുതകരമാവണ്ണം വഴി നടത്തി. ആമേൻ, ഹല്ലേലൂയ. 2004 ഡിസംബർ മാസം 30-ാം തീയതിയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. എനിക്കൊരു കുഞ്ഞുണ്ടായി. ഞാൻ ആമേൻ വൈഫും കുഞ്ഞുമായിട്ടാണ് ഗുജറാത്തിലേക്ക് കടന്നുപോയത്. ഒത്തിരി വേദനകളിലൂടെ, ഒത്തിരി സങ്കടങ്ങളിലൂടെ, ഒത്തിരി ഇല്ലായ്മകളിലൂടെ ആ പ്രദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഇടയായി തീർന്നു. ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും നിറഞ്ഞ ആ ജീവിത സാഹചര്യങ്ങളിലും കർത്താവ് കൈവിടാതെ കരങ്ങളിൽ കാത്തു പരിപാലിക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ, നിരാശാജനകമായ വാർത്തകളും വേദനാജനകമായ സാഹചര്യങ്ങളും രോഗാതുരമായ അവസ്ഥകളും ഒന്നിൻ്റെ പിറകെ മറ്റാതായി ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിലും കൈവിടാത്ത ദൈവം കൂടെയിരുന്നു. കർത്താവ് അവിടെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറവടിയായി നിവർത്തിച്ച ശേഷം അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ മേടിച്ച് 2010 രാജസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നു പോകുവാനിടയായി. അവിടെ ജുൻജുനു എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ഡുള്ളോദ് എന്ന് പറയുന്ന ഒരു വലിയ ഗ്രാമത്ത് കർത്താവിൻ്റെ വേല 4 വർഷങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായി. പൂർവകാലം മദ്യപാനത്തിനടിമയായി, ദുർമാർഗിയായി, സമൂഹത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി, നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും കൊള്ളാത്തവനായി ജീവിതം തുടർന്ന സജീവ് ഇന്ന് സമൂഹത്തിനാകെ മാതൃകയായി ക്രിസ്തുവിന്റെ വെളിച്ചം പകർന്ന് അനേകർക്ക് ആശ്വാസമായി തൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷിയായി തൻ്റെ സുവിശേഷ ജീവിതം തുടരുകയാണ്. 100 കണക്കിന് പേരെ ആ ദേശത്ത് ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകി. അനേകരെ കൂട്ടത്തോടെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി. അവിടെ നദികളോ പുഴകളോ ഒന്നുമില്ലാത്തത് കൊണ്ട് വലിയ ഈ ഇരുമ്പിൻ്റെ തകിട് കൊണ്ടുള്ളതായിരിക്കുന്ന വലിയ ടാങ്ക് പണിതിട്ട് അതിനകത്ത് രഹസ്യമായി സ്നാനങ്ങൾ നടത്തി അനേകർ, പല ജാതി മതത്തിൽപ്പെട്ട അനേക പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുകയും ജലത്തിൽ സാക്ഷീകരിക്കുകയും ചെയ്യുവാൻ ഇടയാക്കി തീർത്തു. ആ ദേശത്ത് വലിയൊരു ഉണർവ് കർത്താവ് അയക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളെക്കൊണ്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ദേശത്ത് കർത്താവ് ചെയ്തെടുത്തു. അനേക പാപികൾ ആ ദേശത്ത് മാനസാന്തരപ്പെട്ടു. അനേകർ യേശുക്രിസ്തുവിനെ അറിയുവാൻ കർത്താവ് കൃപ നൽകുവാൻ ഇടയായി തീർന്നു. ഒരു ഭാഗത്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കുകയും മറുഭാഗത്ത് ഞങ്ങൾ പലപ്പോഴും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2007 എനിക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ വന്നു. ചില പ്രയാസങ്ങൾ എന്നെ അലട്ടി. അവിടെ നിന്ന് ഡോക്ടർമാരെല്ലാം കൈവിട്ടു. രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ കുറവാണ്. താങ്കളുടെ ലിവർ ഫെയിലായി, താങ്കൾ ഏകദേശം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് എന്ന് അറിയുവാനിടയായി തീർന്നു. അങ്ങനെ ആ സമയത്ത് എൻ്റെ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിലേക്ക് വരുവാനിടയായി തീർന്നു. കേരളത്തിൽ കടന്നു വരികയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏകദേശം 38 ദിവസങ്ങൾ വെന്റിലേറ്ററിൽ കഴിയുകയും ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും എൻ്റെ ജീവിതം വളരെ ഭയാനകമായ അവസ്ഥകളിലൂടെ കടന്നുപോയി. ദിവസം ചെല്ലുന്തോറും രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥ വർദ്ധിച്ചു വന്നു. ശരീരം ക്ഷീണിക്കുവാൻ തുടങ്ങി. സംസാരശേഷി നഷ്ടപ്പെട്ടു. എൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. ശരീരം പൂർണ്ണമായി തളർന്ന അവസ്ഥകൾ ജീവിതത്തിൽ വന്നു. ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ, അവരുടെ പഠനത്തിലൂടെ അവർ അറിയിച്ചത്, അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോ, രക്ഷപ്പെടുവാൻ ഒരു സാധ്യതകളുമില്ല. ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതുവാൻ ഇടയായി തീർന്നു. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഓരോ ദിവസവും എൻ്റെ ജീവിതം നിരാശാജനകമായ അവസ്ഥകളിലൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. ഞാൻ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോയി. ശരീരം വല്ലാത്ത വേദനാജനകമായ അവസ്ഥകളിലൂടെ കടന്നുപോയി. പലപ്പോഴും ബോധം നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങൾ.
എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും ICUവിൻ്റെ പുറത്തിരുന്ന വൈഫിനോടും മാതാവിനോടും ഒക്കെ ഡോക്ടർമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, രക്ഷപ്പെടാൻ യാതൊരു സാധ്യതകളുമില്ല, മരിക്കുവാൻ സാധ്യതകളേറെയാണ്, രക്ഷപ്പെടത്തില്ല എന്ന് വൈദ്യശാസ്ത്രം എന്നെ നോക്കി വിധി എഴുതുവാനിടയായി തീർന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ പിൻപിൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് എന്നത് പറയാതിരിക്കുവാൻ തരമില്ല. ആ വെന്റിലേറ്ററിൽ ജീവനും മരണത്തിനുമിടയിൽ ഞാൻ കടന്നുപോയ അനേക ദിനരാത്രങ്ങൾ, എൻ്റെ മുമ്പിൽ കിടക്കുന്നവരും എൻ്റെ സൈഡിൽ കിടക്കുന്നവരുമൊക്കെ മരിക്കുന്ന കാഴ്ചകൾ ലൈവായി ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത ഇതായിരുന്നു, അടുത്തത് ഞാനായിരിക്കും. ഓരോ മരണവും എൻ്റെ മുമ്പിൽ ഞാൻ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചത് അടുത്തത് ഞാനായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, പലരും മരിച്ച് ലോകത്തുനിന്ന് മൺമറഞ്ഞു പോയി, പലരും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. പക്ഷേ കർത്താവ് എൻ്റെ ജീവിതത്തിൽ അസാധാരണമായ ഒരു ദയ കാണിക്കുവാൻ ഇടയായി തീർന്നു. മരണപാശങ്ങളെ അഴിക്കുന്നവൻ, പാതാളവേദനകളെ തകർക്കുന്നവൻ എൻ്റെ ജീവിതത്തിലേക്ക്, ആ ICUവിനകത്തേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. വെന്റിലേറ്ററിൽ കഴിഞ്ഞ ഓരോ ദിവസങ്ങളും വേദനിപ്പിക്കുന്നതായിരുന്നു. ആഹാരം കഴിക്കുവാൻ കഴിയത്തില്ലാത്തത് കൊണ്ട് മൂക്കിലൂടെ റൈസ് ട്യൂബ്, യൂറിൻ പോകാൻ പറ്റാത്തത് കൊണ്ട് യൂറിൻ പോകാൻ ട്യൂബ്, വാക്യകത്ത് വെന്റിലേറ്റർ, ഹാലലിയ ട്യൂബുകൾ, അങ്ങനെ ആകപ്പാടെ വല്ലാത്ത വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ആ സമയങ്ങളിൽ എനിക്ക് രാത്രി കണ്ണടയ്ക്കുവാൻ പേടിയായിരുന്നു. ഓർമ്മയുള്ളപ്പോഴും ഞാൻ കണ്ണടയ്ക്കത്തില്ലായിരുന്നു. എന്താ കണ്ണടയ്ക്കാത്തതെന്ന് ചോദിച്ചാൽ, ഹാലലിയ എൻ്റെ ഉള്ളിൽ ഒരു വലിയ മരണഭയം കടന്നു വന്നു. കണ്ണടച്ചാൽ ഇനി തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അന്ന് എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർക്ക് ആരുണ്ട് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വല്ലാതെ ഭരിക്കുവാൻ ഇടയായി തീർന്നു. പലപ്പോഴും എൻ്റെ മരണം സംഭവിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ അനേക സന്ദർഭങ്ങൾ, അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാൻ പറഞ്ഞ അനേക സന്ദർഭങ്ങൾ ഞാനിപ്പോഴും ഇന്നലെ എന്നതുപോലെ ഓർക്കുകയാണ്. എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, വൈദ്യശാസ്ത്രത്തിൻ്റെ വാക്കുകളെക്കാൾ അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്, എന്നെ സൗഖ്യമാക്കിയൊരു ദൈവമുണ്ട്, എൻ്റെ മരണപാശങ്ങളെ അഴിച്ചൊരു ദൈവമുണ്ട്, എനിക്ക് സംസാരശേഷി മടക്കി തന്നൊരു ദൈവമുണ്ട്, എൻ്റെ കാലുകളെ നടക്കുമാറാക്കിയ ഒരു നല്ല ദൈവമുണ്ട്. പ്രിയരെ, ഏത് വിഷയം വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും, ആരൊക്കെ കൈവിട്ടാലും, ലോകം കൈവിട്ടാലും, വൈദ്യശാസ്ത്രം കൈവിട്ടാലും, മെഡിസിൻ കൈവിട്ടാലും, കൈവിടാത്ത ഒരു ദൈവം ഇന്നും ജീവിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഞാൻ വീണ്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 2017 അവസാന സമയം മുതൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ധനുവച്ചപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ബന്ധത്തിൽ ഒരു സഭാ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകി. അതിനുശേഷം 3 വർഷങ്ങൾ കാസർഗോഡിൻ്റെ പ്രദേശത്ത് പോകുവാൻ കർത്താവ് അവസരമൊരുക്കി. അതിനുശേഷം ഇപ്പോഴും തിരുവനന്തപുരത്തിൻ്റെ കന്യാകുമാരിയുടെ ബോർഡറായിരിക്കുന്ന മഞ്ഞാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ചില നാളുകളായി ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ ബന്ധത്തിലായിരിക്കാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കി. എൻ്റെ ജീവിതത്തിൽ കർത്താവ് പലവിധമായ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടും മനുഷ്യരെല്ലാം കൈവിട്ടിട്ടും എന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ടായിരുന്നു. 2002 എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്, എന്നെ സ്നേഹിച്ച കർത്താവ്, അന്ന് എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഏകദേശം 21ഓളം വർഷമായി കർത്താവിൻ്റെ മഹത്വമുള്ള വേല സഭാ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ അവസരങ്ങൾ ഒരുക്കി. എനിക്ക് ഭാര്യയും 3 മക്കളെയും കർത്താവ് ദാനമായി നൽകി. മൂത്തമകൻ +2 കഴിഞ്ഞ് നിൽക്കുന്നു, രണ്ടാമത്തെ മകൻ +2ലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, മൂന്നാമത്തത് മകളാണ്, മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ 3 തലമുറകളെ കാണുവാനും അനുഗ്രഹിക്കപ്പെട്ട ജയകരമായ ശുശ്രൂഷാ ജീവിതം നയിക്കുവാനും കുടുംബജീവിതം നയിക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകുവാനിടയായി തീർന്നു. സ്തോത്രം. ഞാൻ ഈ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു ദൈവം, എൻ്റെ ജീവിതത്തിൽ കർത്താവ് വന്നത് മുതലുള്ള അനേകം മാറ്റങ്ങൾ, ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്ന, ഒരു തികഞ്ഞ പ്രശ്നക്കാരനായിരുന്ന, വീടിനും നാടിനും തലവേദനയായിരുന്ന, മറ്റുള്ളവർക്ക് തലവേദനയായിരുന്ന എൻ്റെ ജീവിതത്തെ മാറ്റി നല്ലൊരു മനുഷ്യ സ്നേഹിയാക്കി മാറ്റിയ ആ കർത്താവിന് ലോകത്തിൽ കാണുന്ന സകലരെയും മാറ്റുവാൻ കഴിയുമെന്ന ഒരു ധൈര്യവും ഉറപ്പുമുണ്ട്. ഈ ശ്രദ്ധ ശ്രമിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ജീവിതത്തെ മാറ്റിയ ദൈവം, എൻ്റെ സ്വഭാവ വൈകല്യങ്ങളെ, വൈകൃതങ്ങളെ മാറ്റിയ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ മനുഷ്യനാക്കി മാറ്റിയ, ലക്ഷ്യബോധമുള്ളവനാക്കി മാറ്റിയ, ഒരു സുവിശേഷകനാക്കി മാറ്റിയ നിങ്ങളെയും
കർത്താവിന് ആ നിലകളിൽ മാറ്റിയെടുക്കുവാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ രോഗത്തിൽ നിന്ന് എന്നെ സൗഖ്യമാക്കിയ കർത്താവ്, എനിക്ക് പൂർണ്ണമായൊരു വിടുതൽ തന്ന കർത്താവ് നിങ്ങളെയും വിടിവിപ്പാൻ കഴിയും എന്ന വാക്കുകളോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. പാപപങ്കിലമായ പൂർവ്വകാലത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ, സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ സുവിശേഷത്തിന്റെ വയലുകളിൽ തന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കുടുംബമായി സജീവുന്ന കർത്തൃ ശുശ്രൂഷയിൽ സജീവമാണ്. പൂർവ്വകാലം പാപബന്ധിതമായ ജീവിതം തുടർന്ന സജീവ് ഇന്ന് ക്രിസ്തുവിൽ സ്വതന്ത്രമായി തന്റെ ജീവിതം അനേകർക്കു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനായി, ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിതം തുടരുകയാണ്. തിരുവനന്തപുരം അമ്പൂരി കൊടുപ്പനമൂട് സ്വദേശി സഞ്ചാര സുവിശേഷകനും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് സഭാ ശുശ്രൂഷകനുമായ സജീവിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിന്റെ പഠനങ്ങൾ ഇന്നത്തെ അധ്യായം